BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യവും കണ്ണൂരിലെ കോൺഗ്രസിന്റെ അവസാന വാക്കുമായിരുന്ന കെ സുധാകരൻ ഒടുവിൽ നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ദിവസങ്ങളായി നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കും നാടകീയമായ നീക്കങ്ങൾക്കും ഒടുവിൽ സുധാകരൻ മത്സരിക്കില്ലെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഹൈക്കമാൻഡിന്റെ കർശന നിലപാടും മുതിർന്ന നേതാക്കളുടെ ഇടപെടലുമാണ് ഇതിന് പിന്നിൽ. സുധാകരന്റെ ആരോഗ്യനിലയും ഓർമ്മക്കുറവിനെയും മുൻനിർത്തി ഹൈക്കമാൻഡ് നേരത്തെ തന്നെ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ സുധാകരന് ചുറ്റുമുള്ള ഒരു പ്രത്യേക താൽപര്യ സംഘം അഥവാ കോക്കസ് ആണ് അദ്ദേഹത്തെ മുൻനിർത്തി ഇപ്പോഴും ചരട് വലിക്കുന്നതെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. സുധാകരന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത വിശ്വസ്തരും അടങ്ങുന്ന ഈ സംഘമാണ് അദ്ദേഹം മത്സര രംഗത്തുണ്ടാകുമെന്നുള്ള വാർത്തകൾ ബോധപൂർവം പ്രചരിപ്പിച്ചത്. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനും അതുവഴി സീറ്റ് ഉറപ്പിക്കാനുമുള്ള തന്ത്രങ്ങൾ പക്ഷേ പാളിപ്പോയി. സുധാകരൻ കേരള ഹൗസിൽ ഉറങ്ങിയപ്പോഴും വിമതനായി മത്സരിക്കുമെന്നുള്ള വാർത്തകൾ തലങ്ങും വിലങ്ങും വിട്ടത് ഈ കോക്കസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സുധാകരന്റെ പത്രസമ്മേളനങ്ങൾക്കോ പ്രതികരണങ്ങൾക്കോ വലിയ പ്രാധാന്യം നൽകേണ്ട, മൈൻഡ് ചെയ്യേണ്ട എന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ സുധാകരൻ നടത്തിയ നീക്കങ്ങളും വിമത ഭീഷണികളും ഈ സംഘത്തിന്റെ തിരക്കഥയാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ പൂർണ്ണമായും അവഗണിക്കാനായി തീരുമാനിച്ചത്. സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നത് പാർട്ടിക്ക് ഗുണകരമാകില്ല എന്ന് തിരിച്ചറിഞ്ഞ മുതിർന്ന നേതാവ് AK ആന്റണി നേരിട്ട് രംഗത്തിറങ്ങിയതാണ് അവസാന നിമിഷം കാര്യങ്ങൾ മാറ്റിയത്. സുധാകരനെ ഫോണിൽ വിളിച്ച നിലവിലെ ശാരീരിക അവസ്ഥയും പാർട്ടിയുടെ ഐക്യവും മുൻനിർത്തി മത്സരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആന്റണി അഭ്യർത്ഥിച്ചു. ഒരു കലാപത്തിനു മുതിരാതെ പാർട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന ആന്റണിയുടെ വാക്കുകൾക്ക് മുന്നിൽ സുധാകരന് വഴങ്ങേണ്ടി വന്നു എന്നാണ് സൂചന. ഇന്ന് നടത്താനിരുന്ന നിർണായകമായ പത്രസമ്മേളനവും സുധാകരൻ മാറ്റിവെച്ചു. ഇതോടെ സുധാകരൻ മത്സര രംഗത്തുണ്ടാകില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള MP-മാർ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നുള്ള കർശന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകുക എന്നാണ് ഒന്ന്. ദീർഘകാലമായി പാർലമെന്ററി രംഗത്ത് തുടരുന്ന മുതിർന്ന നേതാക്കൾക്ക് പകരം ഊർജ്ജസ്വലരായ രണ്ടാം നിര നേതാക്കളെയും യുവാക്കളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഹൈക്കമാൻഡിന്റെ പ്രാഥമിക ലക്ഷ്യം. സുധാകരനെ പോലെയുള്ളവരുടെ നിഴലിൽ ഒതുങ്ങിപ്പോയ പ്രാദേശിക നേതാക്കൾക്ക് അവസരം നൽകുന്നത് വഴി പാർട്ടിയിൽ പുതിയൊരു ആവേശം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നു. സംഘടനാപരമായ ഐക്യമാണ് മറ്റൊന്ന്. കണ്ണൂർ പോലെയുള്ള ജില്ലകളിൽ ഗ്രൂപ്പിസം ശക്തമായ സാഹചര്യത്തിൽ MP-മാർ തന്നെ വീണ്ടും മത്സരിക്കുന്നത് പ്രാദേശിക തലത്തിൽ വലിയ അസംതൃപ്തിക്ക് കാരണമായിരുന്നു. ഇത് ഒഴിവാക്കാനും പാർട്ടിയിലെ ഉൾപോര് അവസാനിപ്പിക്കാനും ഏക വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിന് പകരം സംഘടനാ സംവിധാനത്തിന് മുൻഗണന നൽകാനുമാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. മറ്റൊന്ന് ആരോഗ്യപരവും പ്രായോഗികവുമായ ഘടകങ്ങളാണ്. കെ സുധാകരന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതിയും ഓർമ്മക്കുറവും സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഉണ്ടായിരുന്നു. സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും പാർലമെന്ററി പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം അത്യാവശ്യമാണെന്ന വിലയിരുത്തലിൽ അദ്ദേഹത്തെ വിശ്രമിക്കാൻ അനുവദിക്കുന്നതാണ് പാർട്ടിക്കും അദ്ദേഹത്തിനും ഗുണകരമാകുന്നതെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി. ഒരു സിറ്റിംഗ് MP നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹം തന്റെ പാർലമെന്റ് അംഗത്വം രാജിവെക്കേണ്ടി വരും. ഇത് ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിവെക്കും. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് പാർട്ടിക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും സംഘടനാപരമായ വെല്ലുവിളിയുമാണ് ഉയർത്തുന്നത്. എന്തായാലും കണ്ണൂരിലെ കോൺഗ്രസിനുള്ളിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ആധിപത്യത്തിന് ഇതോടെ അറുതി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. സുധാകരന്റെ പിൻഗാമിയായി ആര് വരും എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും സുധാകര വിരുദ്ധ ചേരി ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ആശ്വാസം കൊള്ളുന്നുണ്ട്. ഗ്രൂപ്പിസം കൊടുകുത്തി വാണിരുന്ന കണ്ണൂരിൽ ഇനി പുതിയൊരു നേതൃനിരയെ വളർത്തിയെടുക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. വർഷങ്ങളായി സുധാകരന്റെ നിഴലിൽ ഒതുങ്ങിപ്പോയ രണ്ടാം നിര നേതാക്കൾ ഇപ്പോൾ അവസരം കാത്തിരിക്കുകയാണ്. എന്നാൽ സുധാകര പക്ഷത്തെ തീവ്ര അനുയായികൾ ഈ മാറ്റത്തെ എതിർക്കുന്നുണ്ട്. കണ്ണൂരിലെ പാർട്ടി സംവിധാനം സുധാകരന്റെ വ്യക്തിപ്രഭാവത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ അദ്ദേഹം മാറി നിൽക്കുന്നത് കേഡർമാരുടെ ആവേശത്തെ ബാധിക്കുമെന്ന ആശങ്കയും ഒരു വിഭാഗത്തിനുണ്ട്. എന്നിരുന്നാലും ഗ്രൂപ്പ് പോര് തെരുവിലേക്ക് പടരാതിരിക്കാൻ DCC നേതൃത്വം അതീവ ജാഗ്രതയിലാണ്. ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിട്ട് കണ്ണൂരിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. സുധാകര പക്ഷത്തെ അനുയായികൾക്കിടയിൽ വലിയ അമർഷമുണ്ടെങ്കിലും പാർട്ടിയുടെ പൊതുവികാരം കണക്കിലെടുത്ത് പരസ്യമായ പ്രതിഷേധങ്ങൾക്ക് സാധ്യത കുറവാണ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.